ആദ്യഘട്ടത്തിലുള്ള മേൽക്കൈ UDF ക്യാമ്പ് നേടിയിട്ടുമുണ്ട്. റൈറ്റ്, സുബി ഇപ്പോൾ ഉള്ളത് ഉമാ തോമസിന്റെ വസതിയിലാണ്. സ്വാഭാവികമായും ഒട്ടേറെ ദിവസങ്ങളായി രാഷ്ട്രീയ ചർച്ചകളെല്ലാം തന്നെ PT തോമസിന്റെ വീട്ടിലേക്ക് തന്നെ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിലായിരുന്നു KV തോമസ്, ഡൊമിനിക് പ്രസന്റേഷൻ ഉൾപ്പെടെയുള്ളവരുടെ ചില വിയോജിപ്പുകൾ. പക്ഷേ ഈ അണികൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്? അണികൾ ഈ വസതിയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ടോ? ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിൽ പോലും UDF ക്യാമ്പ് ഉണർന്നു കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഉമാ തോമസ് ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള VP സജീന്ദ്രൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഉമാ തോമസിന്റെ പേര് തന്നെ വീണിരിക്കുന്നു. ഇന്ന് കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കൾ തിരുവനന്തപുരത്ത് KPC ഓഫീസിൽ ഒത്തുചേർന്ന് ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ഉമാ തോമസ് എന്നുള്ള പേരിലേക്കാണ് അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത്. ഏകകണ്ഠമായ തീരുമാനമായിരുന്നു അത്. ഔദ്യോഗിക പ്രഖ്യാപനം ഡൽഹിയിൽ നിന്നേ ഉണ്ടാവുകയുള്ളൂ. കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീമതി സോണിയാഗാന്ധി അവരുടെ അംഗീകാരം നേടിയതിനു ശേഷമേ ഔദ്യോഗികമായി പറയുകയുള്ളൂ എങ്കിൽ പോലും ഐക്യകണ്ഠേന ഒറ്റ പേര് ഉമാ തോമസിൻ്റെ വന്നിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് അതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. ഈ ജില്ലയിലെയും അതുപോലെ തന്നെ നിയോജക മണ്ഡലത്തിലെയും പ്രധാന നേതാക്കളുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് ഐക്യകണ്ഠേന KPCC പ്രസിഡന്റ് അധ്യക്ഷതയിൽ ഇന്ന് കൂടിയ ഉന്നതരായ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവ്, AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല എല്ലാവരുമായി ആശയവിനിമയം നടത്തിയിട്ടാണ് ഐക്യകണ്ഠേന ഈ പേര് ഡൽഹിക്ക് അയച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. സ്ഥാനാർത്ഥിയെ കൂടി ഔദ്യോഗികമായി ലഭിച്ചു കഴിയുമ്പോൾ UDF ക്യാമ്പ് ഉണർന്ന് മുന്നോട്ട് പോകും. അങ്ങനെയൊക്കെ പറയുമ്പോഴും ചില ഭിന്ന സ്വരങ്ങൾ ഇന്ന് രാവിലെ മുതൽ കേട്ടിരുന്നു, പ്രത്യേകിച്ചും ഡൊമിനിക് പ്രസന്റേഷന്റെ ഭാഗത്തു നിന്നൊക്കെ. അത് ഒരു പ്രതിസന്ധിയാവുമോ പാർട്ടിക്ക്? ഡൊമിനിക് പ്രസന്റേഷൻ UDFന്റെ ജില്ലാ ചെയർമാനാണ്, മുതിർന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെയും പേര് പരിഗണിച്ചിരുന്നു. സ്വാഭാവികമായും പല കാരണങ്ങൾ, അദ്ദേഹത്തിന് പല അവസരങ്ങൾ കിട്ടിയതുകൊണ്ടാകാം പുതിയൊരാളെ കണ്ടെത്തിയത്. അതൊക്കെ ഡൊമിനിക് പ്രസന്റേഷൻ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ഇതിനു മുമ്പ് മന്ത്രിയായിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പാർട്ടി പറയുന്നതേ അവസാനം കേൾക്കുള്ളൂ. അദ്ദേഹത്തിന് UDFും കോൺഗ്രസിനും വ്യക്തിപരമായ ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അതൊന്നും ഇതിനെ ബാധിക്കത്തില്ല. അദ്ദേഹം അവസാനം UDFനോടൊപ്പം തന്നെ കോൺഗ്രസിനോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മുന്നിൽ തന്നെ ഉണ്ടാകും. അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു? അല്ല, ഇത് അനൗൺസ്മെന്റ് ലീഡർഷിപ്പ് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അനൗൺസ്മെന്റ് വന്നതിന് ശേഷമല്ലേ ബാക്കിയുള്ള എല്ലാവരോടും വന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങത്തുള്ളൂ. ലീഡർഷിപ്പ്, പ്രത്യേകിച്ച് KPCC തലത്തിലുള്ള ഉന്നതരായ നേതാക്കൾ അദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ TJ വിനോദ് MLA നമ്മോടൊപ്പം ചേരുകയാണ്. ഉമാ തോമസിന്റെ ഒരു വിജയ സാധ്യത എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും തൃക്കാക്കര നിയോജക മണ്ഡലം UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉറപ്പുള്ളൊരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ PT തോമസ് കഴിഞ്ഞ 6 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ശ്രീ ഉമാ തോമസിന് അനുകൂലമാകും. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയും. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിലാണ് കൊണ്ടുപോകുന്നത്? തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നേരത്തെ തന്നെ സാധാരണ രീതി UDFന്റെ പ്രവർത്തനങ്ങൾ വൈകിയേ വരാറുള്ളൂ. ഇത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ബൂത്ത് തിരിച്ച് ഓരോരുത്തർക്ക് ചുമതല കൊടുത്തു, ചുവരുകൾ ബുക്ക് ചെയ്തു. വളരെ ആക്റ്റീവായി ഇപ്പോൾ സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. വളരെ ആക്റ്റീവായി ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ വളരെ മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായാലും വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഉമാ തോമസ് ഇവിടേക്ക് എത്തിച്ചേരും. അതാണ് സുബി, തീർച്ചയായും ഈ വിവരങ്ങളെല്ലാം പങ്കുവെക്കുന്നു. അതോടൊപ്പം തന്നെ നേതാക്കൾ, പ്രവർത്തകർ, അണികൾ ഒക്കെ ഉമാ തോമസിന്റെ വസതിയിലേക്ക് എത്തുന്നു. തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഉള്ള ആളുകളിൽ ഒരാളാണ് സജീന്ദ്രൻ, മറ്റ് നേതാക്കൾ. പക്ഷേ ഈ ഉമാ തോമസിനെ കാണുന്നില്ലല്ലോ എന്നുള്ളതായിരിക്കും ഈ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഈ നിമിഷങ്ങളിൽ പ്രേക്ഷകന്റെ സംശയം. തീർച്ചയായും അഭിലാഷ്, അത്തരമൊരു സംശയം പ്രേക്ഷകർക്കുണ്ടാവും. അല്പസമയത്തിനകം അവർ ഇപ്പോൾ ആംസ്റ്റർ മെഡിസിറ്റിയിൽ ജോലി സ്ഥലത്തായിരുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഏതായാലും PT തോമസിന്റെ മകൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. അമ്മ സ്ഥാനാർത്ഥിയാവുകയാണ്. ഞാനിപ്പോൾ കേട്ട് ന്യൂസിൽ കൂടെ കണ്ടേ ഉള്ളൂ, അറിയത്തില്ല. അമ്മ ഇപ്പോൾ കുറച്ച് നേരത്തെ വരാനിരിക്കണേ. സന്തോഷമുണ്ടോ? ആണെങ്കിൽ സന്തോഷമുണ്ട്.
അച്ഛന്റെ കുറെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നേരിട്ട്. അമ്മയുടേത് ഇനിയിപ്പോൾ കാണാൻ പോകുന്നേ ഉള്ളൂ. എങ്ങനെയൊക്കെ ആയിരിക്കും? നിങ്ങളൊക്കെ ഉണ്ടാവുമോ തെരഞ്ഞെടുപ്പ് പ്രചരണ കൂടെ ഉണ്ടാവണം. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഇങ്ങനെ സംഭവങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം അൺഎക്സ്പെക്റ്റഡ് കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ പോലെയാണ്. ഏതായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. ഇത് പി ടി തോമസിന്റെ ഇളയ മകനാണ്. അല്പസമയത്തിനകം തന്നെ ഉമാ തോമസ് ഇവിടേക്ക് എത്തിച്ചേരും എന്നാണ് അറിയുന്നത്. നിരവധി ആളുകൾ ഇപ്പോൾ പി ടി തോമസിന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പി ടി തോമസിന് കിട്ടിയ ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഉമാ തോമസ് വിജയിക്കും എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഏതായാലും നമുക്കറിയാം പി ടി തോമസിന്റെ ജീവിത സഖിയായി ഈ ഉമാ തോമസ് വരുന്ന സാഹചര്യങ്ങളെല്ലാം KSUവിലൂടെയായിരുന്നു രണ്ടുപേരും വളർന്നു വന്നത്. 80 കാലഘട്ടത്തിൽ ആദ്യം KSUവിന്റെ വനിതാ പ്രതിനിധിയായി ഉമാ തോമസ് എത്തുന്നു. വൈസ് ചെയർമാനായി പിന്നീട് ഉയരുന്നു. അതിനിടയിൽ ഉണ്ടായ സ്നേഹബന്ധം 84 ഇവർ വിവാഹിതരാകുന്നു. അതിനുശേഷം പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മാറിയെങ്കിലും PTയുടെ തണലായി തന്നെ ഉമാ തോമസ് ഉണ്ടായിരുന്നു. ഏതായാലും ആദ്യമായി ഉമാ തോമസ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഉമാ തോമസ് ഇവിടേക്ക് എത്തിച്ചേരും. ഏതായാലും നേതാക്കളും പ്രവർത്തകരും എല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൂചിപ്പിക്കുന്നത് പോലെ തന്നെ PT തോമസിന്റെ ഒരു പ്രഭാവം, അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പോലും ആ കുടുംബത്തോട് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ വെച്ചു പുലർത്തുന്ന ഒരടുപ്പം, അതിനപ്പുറത്ത് ഈ ഉമ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അവിടെ എടുത്തു പറയേണ്ടത്. സുവി നേരത്തെ സൂചിപ്പിച്ചത് പോലെ കലാലയ രാഷ്ട്രീയത്തിലൊക്കെ വളരെ സജീവമായിരുന്ന ആളായിരുന്നു. പക്ഷെ മുഖ്യധാരയിലേക്ക് PT തോമസ് എത്തിയപ്പോൾ സ്വാഭാവികമായും കുടുംബകാര്യങ്ങളിലേക്കും ഉദ്യോഗത്തിലേക്കും ഒക്കെ ചുരുങ്ങുകയും ചെയ്തിരുന്നു ഉമ. പക്ഷേ ആ പഴയ പ്രതാപം അല്ലെങ്കിൽ ആ പഴയ കാലത്തെ പ്രവർത്തന പരിചയമൊക്കെ വരും ദിവസങ്ങളിൽ പ്രകടമാക്കാൻ ഉമയ്ക്ക് സാധിക്കും എന്നുള്ളതാണോ ഈ പ്രവർത്തകരുടെയൊക്കെ ആത്മവിശ്വാസം? തീർച്ചയായും ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സ് ഓഫ് PT സംഘടിപ്പിച്ച ഒരു പൊതു ചടങ്ങിലാണ് ഈ ഏറെ വർഷങ്ങൾക്ക് ശേഷം ഉമാ തോമസ് എത്തുന്നത്. ആ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ഒരു ചടുലതയും മറ്റും ഉമാ തോമസിൽ പ്രകടമായിരുന്നു എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഏതായാലും അല്പസമയത്തിനകം ഉമാ തോമസ് ഇവിടെ വന്നു ചേരും. നിരവധി ആളുകളാണ് നമുക്കറിയാം തൃക്കാക്കര മണ്ഡലത്തിൽ ഉള്ളത്. ഒപ്പം തന്നെ PT തോമസിന്റെ കസിൻ ഇപ്പോൾ ഇവിടെയുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ഉമാ തോമസ് സ്ഥാനാർത്ഥിയാകുന്നു, എന്താണ് പറയാൻ? വളരെയേറെ സന്തോഷം, അത്രേ ഉള്ളൂ. എന്താണ് ഇപ്പോ ഓർമ്മ വരുന്നത്? കണ്ണൊക്കെ നിറഞ്ഞു കാണുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് വളരെ വൈകാരികമായൊരു അവസ്ഥ കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഇവിടേക്ക് ഉമാ തോമസ് ഇവിടേക്ക് എത്തിച്ചേരും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ആസ്റ്റർ മെഡിസിറ്റിയിലാണ് അവർ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അതിനുശേഷം വരും. രാവിലെ തീർച്ചയായും സുവി, അഭിപ്രായ ഭിന്നതകൾ എല്ലാം തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു പാർട്ടി നേതൃത്വം. ഉമാ തോമസ് തന്നെയാണ് തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയാകേണ്ടത് എന്ന ഏക തീരുമാനത്തിലേക്ക് എത്തി എന്ന് തന്നെയാണ് KPCC അധ്യക്ഷൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ സ്വാഭാവികമായും പ്രവർത്തകരുടെ ഒരു ആവേശം, അതോടൊപ്പം തന്നെ PT തോമസിന്റെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ നിമിഷങ്ങൾ കൂടിയാണ്. പ്രത്യേകിച്ച് പാർട്ടി വീണ്ടും PT-യിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നു. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എങ്കിൽ പോലും PT-യുടെ പ്രഭാവം അല്ലെങ്കിൽ PT മണ്ഡലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സൗഹൃദം എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ മുതൽക്കൂട്ടാക്കി മാറ്റാനാകും എന്ന് തന്നെ കോൺഗ്രസ് പ്രതീക്ഷിക്കുകയാണ്. കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഉമയെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഔദ്യോഗികമായ പ്രഖ്യാപനമാണ് ഉണ്ടാകേണ്ടത്. ഇടവേള.